ഹലോ, ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 7 മണിക്ക് കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ സ്കൂൾ ബസ് വരും. അപ്പം മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ നടക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങാറുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് നടന്നിട്ട് വരും. രാവിലത്തെ ചെറിയ വെയിൽ കൊള്ളണത് നല്ലതല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ് രാവിലെ ഒന്ന് നടക്കുക എന്നുള്ളത്. പിന്നെ ചൂടുണ്ട് കേട്ടോ, എന്നാലും നിർത്തണ്ട വെച്ചിട്ട് അങ്ങനെ ഇറങ്ങും. അങ്ങനെ ഓരോന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോളുടെ സ്കൂൾ ബസ് കണ്ടു കേട്ടോ. അപ്പോൾ സ്കൂള് അടുത്ത് തന്നെ ആയ കാരണം ബസ് പോണത് കാണാനായിട്ട് പറ്റും. കാണുന്നില്ല, എന്നാലും നമ്മൾ ടാറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പിന്നെ നടന്ന് വീട്ടിലെത്തി. അപ്പോൾ തലേ ദിവസം കുറച്ച് സോയാബീനും പിന്നെ ചെറുപയറും നിലക്കടലയും കൂടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഒന്ന് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്കായിട്ടൊരു ചെറിയൊരു മസാല ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒന്നെടുത്താൽ മതി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് സവാള അരിഞ്ഞ ചേർന്ന് തന്നെ എടുത്താൽ മതി. കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി എണ്ണ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള സവാള എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ അതിലേക്ക് ഇനി മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള സോയാബീനും ചെറുപയറും നിലക്കടലൊക്കെ കൂടി വേവിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു വഴറ്റിയെടുത്തിട്ടുള്ള ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവിച്ചെടുത്തതിൽ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. സോയാബീനിൽ എന്തായാലും വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കണില്ല കേട്ടോ. അപ്പോൾ ചെറുപയറും നിലക്കടലയും ഇതിന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഒന്നിൻ്റെയും കൂടെ അല്ല, വെറുതെ കഴിക്കാനാണെങ്കിൽ ആ ഗ്രേവി ഇല്ലാതെ ഇത് നിലക്കടലയും ചെറുപയറും മാത്രമായിട്ടൊന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ മുളക് പൊടിയോ വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. മസാലപ്പൊടികളൊന്നും വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൽ എക്സസ് ആയിട്ട് നിൽക്കണ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ്. അപ്പം ഇനി ബാക്കി ഉണ്ടെങ്കിൽ നമുക്കിത് ചോറിനെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. സോയാബീൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ കഴിച്ചു പോകും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നി, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിനി മാറ്റി വെച്ചിട്ടുള്ള സവാളയും മല്ലിയുടെ ഇലയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സവാള കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അങ്ങോട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. സോയാബീൻ നല്ല പ്രോട്ടീനുള്ള ഫുഡാണല്ലോ, അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് തന്നെ വേണമെങ്കിലും കഴിക്കാം. ഇത് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും, ഇത് മാത്രം മതി കേട്ടോ. രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നമുക്ക് ഇതൊരു ഫുഡായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് എന്തിൻ്റെങ്കിലും കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെയോ പൂരിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. താങ്ക് യു.